LSS റീവാലുവേഷൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ആണിത്. റീവാലുവേഷൻ റിസൾട്ട് എപ്പോഴേക്ക് അറിയാം, റിസൾട്ട് വൈകുമോ, ഈ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. റീവാലുവേഷൻ്റെ റിസൾട്ട് ഡേറ്റ് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. റിസൾട്ട് വരുമ്പോഴൊക്കെ പെട്ടെന്ന് അപ്ഡേറ്റ്സ് കിട്ടുന്നതിനും എല്ലാമായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം കൂടുതൽ വീഡിയോസിനായി വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഫെബ്രുവരി 28-നാണ് LSS പരീക്ഷ ഇത്തവണ നടന്നത്. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്നു. കഴിഞ്ഞ തവണ റീവാലുവേഷനും റിസൾട്ടും ഒക്കെ വരാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. 3-4 മാസം കഴിഞ്ഞ് അത്യാവശ്യം വൈകിയാണ് റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തത്. എന്നാൽ ഇത്തവണ റിസൾട്ട് അത്രത്തോളം വൈകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് റീവാലുവേഷന് ടീച്ചേഴ്സിനെയൊക്കെ അസൈൻ ചെയ്യലൊക്കെ ഓൾറെഡി നടന്നിട്ടുണ്ട്. മെയ് ലാസ്റ്റ് ആയിട്ട് തന്നെ റീവാലുവേഷൻ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ബാക്കി പ്രോസസ്സോട് കഴിഞ്ഞ് ഏകദേശം ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് LSS റീവാലുവേഷന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് LSS റീവാലുവേഷൻ റിസൾട്ട് ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് ആയിട്ട് തന്നെ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കമന്റ് സെക്ഷനിൽ പിന്നെ ധാരാളമായി കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് 38 മാർക്കുള്ളവർക്കും 47 മാർക്കുള്ളവർക്കൊക്കെ എത്രത്തോളം മാർക്ക് കൂടും, എത്രത്തോളം LSS കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ വാലുവേഷന് വരുന്നവരനുസരിച്ചിരിക്കും. 47 ഉണ്ടെങ്കിൽ മാക്സിമം ഒരു 48ലേക്ക് എത്താനാണ് സാധ്യത. എന്നാൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് വാലുവേഷൻ ചെയ്യുന്നവരാണെങ്കിൽ മാർക്ക് മാറാതിരിക്കാനും സാധ്യതയുണ്ട്. കുറേയൊക്കെ നമ്മുടെ ലക്ക് പോലെ തന്നെയാണ്. എന്നാലും ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അപ്പോൾ ഈ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിവാലുവേഷന്റെ ഡേറ്റ് അറിയിക്കാൻ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ പെട്ടെന്ന് തന്നെ അറിയുന്നതിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? വൈക്കം സത്യാഗ്രഹം. സാമൂഹിക പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആത്മവിദ്യാസംഘം. 9. മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ സി, സിഗുറാത്തുകൾ. 10. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര്? എ, സുഭാഷ് ചന്ദ്രബോസ്. 11. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിന്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി, ഉഴുതവയൽ. ചോദ്യം 12. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചതുമൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത്? ഡി, കുറിച്യ കലാപം. 13. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത്? ഓപ്ഷൻ സി, ദേശീയ ഹരിത ട്രിബ്യൂണൽ. ചോദ്യം 14. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. വായ്പ നിയന്ത്രിക്കൽ. 2. സർക്കാരിന്റെ ബാങ്ക്. 3. 1 രൂപ നോട്ട് അച്ചടിക്കൽ. ഓപ്ഷൻ ഡി, മുകളിലുള്ളവയെല്ലാം ഉത്തരം ശരിയാണ്. 15. സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത്? സി, ഔപചാരിക ബന്ധം. 16. 2024 ഉദ്ഘാടനം ചെയ്ത ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? എ, ഒഡീഷ. 17. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? ഡി, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. 18. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ സമതലത്തിന്റെ ഭാഗമല്ലാത്തത്? എ, കൊങ്കൺ തീരസമതലം. 19. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി ഏത്? ഓപ്ഷൻ ബി, കൃഷ്ണ. 20. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ SI യൂണിറ്റ്? ഓപ്ഷൻ ഡി, യൂണിറ്റ് ഇല്ല. ചോദ്യം 21. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? എ, ഖരം. 22. 2 വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. 2 പിണ്ഡങ്ങളും പകുതിയായി കുറയ്ക്കുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? ഡി, F/4. 25. വൈദ്യുത ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വോൾട്ട് അവർ ആണ്? ഉത്തരം ഓപ്ഷൻ ബി, 1 ആണ്. 24. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം എ സ്ഥിരമായി നിലകൊള്ളും. 25. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം 18 km/h നിന്ന് 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ മീറ്റർ/സെക്കൻഡിൽ അതിന്റെ ത്വരണം എത്ര? സി, 1. 26. ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് സി, വിസ്കോസിറ്റി. 27. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? എ, ഉത്തരധ്രുവം ദക്ഷിണധ്രുവത്തേക്കാൾ ശക്തമാണ്. ബി, 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. സി, ദക്ഷിണധ്രുവം ഉത്തരധ്രുവത്തേക്കാൾ ശക്തമാണ്. ഡി, കൃത്യമായി പറയാൻ കഴിയില്ല. ഉത്തരം ഓപ്ഷൻ ബി, 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്.
28 പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്ത്? ഡി ദൂരം. 29 താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത്? ഡി അഭികാരകത്തിന്റെ നിറം. 30 വൈദ്യചികിത്സയിലുള്ള ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പുലായനിയാണ്? സി 0.9%. 31 ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏത്? ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്. 32 ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എ CH2 ഗ്രൂപ്പിനാൽ. 33 മാലറ്റൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏത്? എ കോപ്പർ. 34 മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏത്? ഓപ്ഷൻ ഡി കോപ്പർ. 35 അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? ഓപ്ഷൻ ബി 99.6 ഡിഗ്രി സെൽഷ്യസ്. 36 താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമലോഹം അല്ലാത്തത്? സി അലുമിനിയം. 37 14C6 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? ഓപ്ഷൻ എ 8 6. 38 ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? ബി നോവാവാക്സ്. 39 പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ജൂലൈ 26 പ്രാധാന്യം എന്ത്? കണ്ടൽ ദിനമായി ആചരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 40 പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജകകല? ഡി ടെൻഡൻ. 41 താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസിറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത്? സി പെൻസിലിയം. 42 ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം? ബി ഗ്രാന. 43 ചെറുകുടലിൽ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫ്ലോമികകളെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ബി ലാക്ടിയലുകൾ. 44 ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ? ബി എക്സ്റേ ഡിഫ്രാക്ഷൻ. 45 മനുഷ്യന്റെ ആദ്യ പാലിൽ കൊളസ്ട്രോൾ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏത്? എ IgA ഇമ്മ്യൂണോഗ്ലോബിൻ എ. 46 ഒരു ക്ലോക്കിലെ സമയം 8:30 അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഡി 75 ഡിഗ്രി. 47 ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ 2 ആണ് ഉത്തരം. 48 രണ്ട് സംഖ്യകളുടെ ശരാശരി 11.5 അവയുടെ വ്യത്യാസം 11.5 ആണെങ്കിൽ വലിയ സംഖ്യ ഹരിക്കണം ചെറിയ സംഖ്യ എത്ര? ഓപ്ഷൻ ബി 3. 49 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ബി 0.101 ഇൻറ്റു 0.01. 50 1 + 2 + 3 പ്ലസ് 50 വരെയുള്ള സംഖ്യകളുടെ തുക 1275 എങ്കിൽ 3, 6, 9 എന്ന ശ്രേണിയിലെ 150 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര? എ 3825. 51 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം? ചോദ്യം തെറ്റാണ്, ഉത്തരം 4 മീറ്റർ ആണ്. 52 ഈ സമവാക്യത്തെ ലഘൂകരിച്ചാൽ കിട്ടുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി 13 ആണ് ഉത്തരം. 53 സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര? ഓപ്ഷൻ എ 2010. 54 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര? സി 9%. 55 താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ബി 0.25. സംഖ്യാരേഖയിലെ 3/5 4/5 ഇടയിൽ വരാത്ത ഭിന്നകം ഏത്? സി 3/4. ചോദ്യം 57 രണ്ട് സംഖ്യകളുടെ ഉസാഗ HCF 16 അവയുടെ LCM 192. ഒരു സംഖ്യ 64 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഓപ്ഷൻ എ 48 ആണ് ഉത്തരം. ചോദ്യം 58 2/3 2/3 ഇൻറ്റു 5/4 വില എത്ര? ഉത്തരം ഓപ്ഷൻ ബി 5000. 5 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000 തുല്യമായ ദശാംശ സംഖ്യ സി 0.256. 60 ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് 10 ദിവസവും രാമു തനിച്ച് 15 ദിവസവും വേണം. രാമുവും ബാലുവും ഒന്നിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം? ഓപ്ഷൻ ഡി 6 ആണ് ഉത്തരം. 61 പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏത്?
ഓപ്ഷൻ സി ജി കോംബ്രിസ്. 62. ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചും ഉള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ്. താഴെ പറയുന്നവയിൽ നിന്ന് അതീത ചിന്തയുടെ ശരിയായ പ്രക്രിയാ തലങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. 63. ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2006 നിലവിൽ വന്ന ആക്ട് ഏത്? സി RPWD ആക്ട്. 64. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏത്? ബി പാഠപുസ്തക കേന്ദ്രീകൃത പഠനം. 65. സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? ബി കോത്താരി കമ്മീഷൻ. 66. ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി എന്ന് ഗാർഡനർ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കാവുന്നവ ഏത്? ഓപ്ഷൻ സി 2, 3. വ്യക്തിയാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി എന്നിവയാണ് ഉത്തരം. 67. താഴെ പറയുന്നവയിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം? ഡി ശരീരത്തിന്റെ ഉയരമാണ്. 68. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് സ്വാംശീകരണം എന്നറിയപ്പെടുന്നു. സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ സാമീപ്യ നിയമത്തിൽ, ഓപ്ഷൻ ബി സാമീപ്യ നിയമത്തിൽ ഉൾപ്പെടുന്നു. 70. ചേരുംപടി ചേർക്കാനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സെറ്റ് പി ഡി വൈഗോട്സ്കി, ബ്രിഡ്ജസ് ചാർട്ട് കാതറിൻ ബ്രിഡ്ജസ്, ക്രിയാ ഗവേഷണം സ്റ്റീഫൻ എം കോറി, അഡോളസെന്റ് അഗ്രഷൻ ആൽഫ്രഡ് ബന്ദൂരെ. അടുത്തത് സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കാനാണ്. യുക്തീകരണം, പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു. താദാത്മീകരണം, പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. അനുപൂരണം, പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. പശ്ചാത്ഗമനം, സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 72. ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധന സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഡി ചോദക സാമാന്യവത്കരണം. 73. ചേരുംപടി ചേർക്കാനാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പ്രശ്നപേടകത്തിലെ പൂച്ച, ശ്രമപരാജയ പഠനരീതി, ബോബോപാവ പരീക്ഷണം, നിരീക്ഷണ പഠന സിദ്ധാന്തം, സുൽത്താൻ എന്ന ചിമ്പാൻസി ഗസ്റ്റാൾഡ് സിദ്ധാന്തം, ഹെയിൽസ് ഡിലമ, സാൻമാർഗിക വികാസം. 74. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹിക സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ്, എറ്റിൻ വെങ്കർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ബി സിറ്റുവേറ്റഡ് ലേണിംഗ് ആണ്. 75. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ബി പ്രതിക്രിയാധ്യാപനം. ചോദ്യം 76. താഴെ പറയുന്നവർ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ഡി വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല എന്നതാണ്. 77. സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പിയാഷെ മുന്നോട്ട് വച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്? എ പ്രാഗ് മനോവ്യാപാര ഘട്ടം. 78. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമല്ലാത്തത്? സി മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി. 79. എറിക്സന്റെ സാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ? ഉത്തരം ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അപകർഷത എന്നിവയാണ്. ഓപ്ഷൻ എ 1, 3 ആണ് ഉത്തരം. 80. തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞനും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏവ? ഓപ്ഷൻ ബി 2, 4 ആണ് ഉത്തരം. പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ സംബന്ധിച്ച ആൽപോർട്ടിന്റെ മാനദണ്ഡങ്ങളും ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെയുള്ള സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഘട്ടങ്ങളുമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ ബി 2, 4. ഇനി ഇംഗ്ലീഷാണ്. 81. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് അണ്ടർലൈൻ വേർഡ്സ് given below. I didn't want to eavesdrop. Option B to listen secretly. 82. I could not see that he was fidgeting. Option D
ബിഹേവിങ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി. അടുത്തത് കംപ്ലീറ്റ് ദിസ് ഫോളോയിങ് സെൻറ്റൻസസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 83 ഇഫ് യു ആർ എ പെയിൻറ്റർ സി യു മേ കം ഇൻ. 84 whenever he found himself alone D he drew cats. 85 Naina was amazed. ഓപ്ഷൻ എ at ആണ് വരുന്നത്. Naina was amazed at her own strength. 86 Rajat ran dash into the garden. Option A up. 87 An eerie sound floated dash the air. Option A in. 88 The price of dash was going up. Option C coconuts. 89 How did the author feel? Option B elated. 90 Suggest one word for the phrase in high spirits. D joyful. Question 91 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വർഷത്തിലെത്തിയ മലയാള നോവൽ. ഓപ്ഷൻ ബി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. 92 താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ശരി. യാദൃശ്ചികം, വിമ്മിട്ടം എന്നിവ ശരിയാണ്. കന്യനീർമിഴി ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ഉപമാഗർഭം. 94 അധ്യാപകൻ 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5-10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയൊരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് സി സൂക്ഷ്മ നിലവാര ബോധനം. 95 വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? എ വിദ്യാവിനോദിനി. 96 പെൺമണി വന്ദനം കണ്ടാൽ വെൺമതി രണ്ടെന്നു മേവിടുന്ന മനം ഉണ്മ നിനച്ചീതിലെല്ലാം വെൺമതി രണ്ടെന്നു മേവിടും നമനം. അലങ്കാരം ഏത്? ചോദ്യം തെറ്റാണ്. ഉത്തരം അനുപ്രാസമാണ്. 97 വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബി അധ്യേതാവ് ആണ്. 98 കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണ കിളിയെന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി ആര്? ഓപ്ഷൻ ഡി വള്ളത്തോളാണ്. 99 യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം? എ കോഴിക്കോടാണ്. 100ാമത്തെ ചോദ്യം മലനാട്ട തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉത്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർപ്പിച്ച ഭാഷാ പണ്ഡിതനാര്? ഓപ്ഷൻ സി ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് ഉത്തരം. കുറച്ച് വേഗത്തിലാണ് നമ്മൾ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയത്. വീഡിയോയുടെ സ്പീഡ് അനുസരിച്ച് ക്രമീകരിച്ച് ആവശ്യമുള്ള രീതിയിൽ എല്ലാവരും ചോദ്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക. എല്ലാവരും കിട്ടിയ മാർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒരു 60 മുതൽ 70 വരെയുള്ള കട്ട് ഓഫ് മാർക്ക് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.